Hello, welcome back to my channel. So this is a memory of day 5 at UAE and day 5 പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ലുലുവിലൊന്ന് പോകണം. ആക്ച്വലി ലുലു ഇവിടെ സിലിക്കൺ സെൻട്രൽ എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പ്ലാനിൽ. അങ്ങനെ നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയെന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ ദിസ് ഈസ് ഹൗ ദാറ്റ് ബിൽഡിംഗ് ലുക്സ് ലൈക്ക് ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ആൻഡ് ഇതാണ് അതിൻ്റെ അകം. സോ ഇവിടുത്തെ ലുലു ഇവിടെയാണ്. ഇതേ ഫാഷൻ സ്റ്റോർ കണ്ടു ആൻഡ് ഹൈപ്പർ മാർക്കറ്റൊക്കെ. അപ്പോൾ ഞാൻ കുറേ നേരം ഫാഷൻ സ്റ്റോറിൽ പോയിട്ട് ഇതിലെ കൂടി കുറേ നേരം നടന്ന് വെറുതെ എന്തെങ്കിലും കൈ കിട്ടുന്നത് എടുക്കാമെന്ന് വെച്ചിട്ട് കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തു. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ ഗസീബോയിലേക്ക് പോയി ഒരു ബിരിയാണി മേടിച്ചു പാഴ്സൽ. ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ഹോം. വീട്ടിൽ പോയിട്ടത് അൺബോക്സ് ചെയ്യുവാണ്. അപ്പം ഇങ്ങനത്തെ ബിരിയാണി ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് അടിപൊളി. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ഒരു സിനിമ കണ്ടു റൂമിലിരുന്നിട്ട്. ഒരു പൊട്ട സിനിമയായിരുന്നു, ഞാൻ പേര് ഓർക്കുന്നില്ല. ഇറ്റ് വാസ് നോട്ട് എ മലയാളം ഫിലിം, ഒരു എന്തോ കന്നഡയോ തെലുഗോ ഡബ്ഡ് എന്തോ സാധനം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളന്ന് ഈവനിങ് അവിടെ തന്നെ ഇരുന്ന് സൺസെറ്റ് കാണാം എന്നതായിരുന്നു പ്ലാന്. ഇവിടുത്തെ ബാൽക്കണിയിലിരുന്നാൽ അടിപൊളി വ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ് ഇറ്റ് വാസ് ലിറ്ററലി സോ നൈസ്. ആൻഡ് അവിടെ ഒരു സ്വിങ് ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ആടിക്കൊണ്ടിരുന്നപ്പോൾ ഓറിയോ വാസ് സ്റ്റാറിങ് അറ്റ് മീ. ആൻഡ് നമ്മളവിടെ ഈവനിങ് അവിടെ തന്നെ ഇരുന്ന് ചായയും ചിക്കൻ പക്കോട നമ്മൾ ഉച്ചയ്ക്ക് പോയപ്പോൾ മേടിച്ചാണ്. അതും കഴിച്ചിങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു. ആൻഡ് ഓറിയോ ജോയിൻ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും. ആക്ച്വലി എനിക്ക് പെറ്റ്സിനെയൊക്കെ ഭയങ്കര പേടിയാണ്. ബട്ട് സ്റ്റിൽ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. എന്നെയൊന്നും ചെയ്യാതിരുന്നാൽ ഞാനൊന്നും ചെയ്യില്ല എന്നുള്ളൊരവസ്ഥ. എനിക്കിങ്ങനെ ദൂരത്തിലിരുന്ന് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അടുത്ത് വരുമ്പോഴത്തേക്കും എന്തിനാണെന്നറിയില്ല. ആക്ച്വലി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്തോ. അങ്ങനെ ഞാൻ ക്യാമറ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് എന്നെ സ്റ്റെയർ ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെയുള്ളൊരു പാർക്കിൽ പോയി. അതായിരുന്നു പ്ലാൻ. ആൻഡ് അവിടെ ഒരു ടീപോട്ടിൻ്റെ ഷേപ്പിലുള്ള കോഫി ഷോപ്പുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. പിന്നെ അവിടെ കുറേ പേര് ഫുട്ബോളൊക്കെ കളിക്കുന്ന കണ്ടു. അതൊക്കെ നോക്കി നമ്മൾ കുറേ നേരം ഈവനിങ് അതിലേക്ക് കൂടി നടന്നിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് പോകാനായിരുന്നു. അപ്പം ഇതാണ് ഗ്ലോബൽ വില്ലേജ്. ആൻഡ് കയറുന്നതേ കാണുന്ന ഒരു വ്യൂ ആണിത്. ആൻഡ് ആ ഒരു സംഭവത്തിൽ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. നല്ല രസമുണ്ട്. പിങ്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് രസമുണ്ട് കാണാൻ. അപ്പം അങ്ങനെയാണ് നമ്മുടെ എൻട്രി അവിടെയാണ്. ആൻഡ് ഗ്ലോബൽ വില്ലേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ലിറ്ററലി നൈസ്. ഭയങ്കര ലൈറ്റ്സും സെറ്റപ്പൊക്കെയാണ്. ദുബായ് ഫുൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്ലേസസിൻ്റെയും എല്ലാ കൺട്രീസിൻ്റെയും ഒരു നോളജ് കിട്ടും. ലൈക്ക് എല്ലാത്തിൻ്റെയും ഓരോ ഷോപ്പും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാത്തിലൊന്നും കയറിയില്ല. ഭയങ്കര ഇഷ്ടമുള്ള കുറേ സ്ഥലങ്ങളുടെ കയറിയായിരുന്നു. ഐ ഗെസ് ഇന്ത്യ, പിന്നെ കൊറിയ, ചൈന, തായ്ലൻഡ്, ഇതിലൊക്കെ കയറി ഇറങ്ങി. ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് തന്നെ ലിറ്ററലി കുറേ നടക്കുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. പിന്നെ അവിടുത്തെ കാർണിവലിൽ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ കയറിയ ഒരു റൈഡാണ്. ഒരെണ്ണത്തിൽ മാത്രമേ കയറിയുള്ളൂ. ഇറ്റ് വാസ് ഫൺ. അങ്ങനെ ഒരു 1 മിനിറ്റ് എന്തോ റൈഡായിരുന്നു. ആക്ച്വലി കുറേ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വേറൊരെണ്ണത്തിൽ കയറാൻ പോയിട്ട് 2 പേര് വെച്ചിട്ടേ കയറുള്ളൂ എന്നായപ്പോഴത്തേക്കും എൻ്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ പിന്നെ കയറി. ഇതിലാകുമ്പോൾ ഒരാളായിട്ട് കയറായിരുന്നു. സോ അങ്ങനെ ഒരു റൈഡും എക്സ്പീരിയൻസ് ചെയ്തു. അതും ഫണ്ണായിരുന്നു.
ആൻഡ് ദെൻ മെയിൻലി കഴിക്കാത്ത കുറേ ഫുഡ് കഴിക്കാൻ പറ്റി, ടേസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് ഓരോന്നൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പം ഓരോ കൺട്രിയുടെ ഷോപ്പിലേക്ക് കയറുമ്പോഴത്തേക്കും അവർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ്, അവർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാഗ്സ്, അതുപോലെ ചെരുപ്പുകൾ, പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്കെല്ലാം ഒരു കുടക്കീഴിൽ കാണുന്നത് പോലെ. അപ്പം കൊറിയനൊക്കെ കാണുമെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ കേരളയിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അവർ വെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സും അവരുടെ കുറേ സാധനങ്ങളൊക്കെ, അതൊക്കെ രസമാണ്. ആക്ച്വലി നമ്മൾ ഒരിക്കലും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ പോയാൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത്. ദാറ്റ് വാസ് റിയലി നൈസ്. അങ്ങനെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. പിന്നെ നമ്മുടെ K-ഡ്രാമയിൽ കാണുന്ന കൂട്ട് ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഡ്രാമയിൽ മെയിൽ ലീഡും ഫീമെയിൽ ലീഡും ഹെയർ ബോ ഇല്ലേ വെക്കുന്നത്, ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോസൊക്കെ, അതുകൂട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ വെറുതെ വെച്ച് നോക്കുകയൊക്കെ ചെയ്തു. അതും രസമായിരുന്നു. എന്തായാലും എല്ലാ കൺട്രീനെക്കുറിച്ചും ഒരു അറിവ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എല്ലായിടത്തും കയറാൻ പറ്റുമെന്ന്. ബിക്കോസ് ഭയങ്കര ടയറിങ് ആയിരിക്കും, കുറേ നടക്കുമ്പോൾ തന്നെ നമ്മൾ മടുക്കുമല്ലോ. അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മൾ താഴെ ഇറക്കുവാണ് ഈ റൈഡിൻ്റെ. ഇത് ആക്ച്വലി മേളിൽ നിന്ന് കാണുമ്പോഴത്തേക്കും അതിൽ കറങ്ങുന്നത് ആൾക്കാരാണെന്ന് തോന്നിയില്ല. ബിക്കോസ് പൊടി പോലെ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച് ലൈറ്റായിരുന്നു എന്നാൽ പിന്നെയാണ് മനസ്സിലായത് അത് മനുഷ്യന്മാരായിരുന്നു ആ കറങ്ങുന്നതെന്ന്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റെയിൽവേ മാർക്കറ്റാണ്. ആൻഡ് റെയിൽവേ മാർക്കറ്റിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വൈബ് കിട്ടും. റെയിൽവേയിലൂടെ നടക്കുന്നൊരു വൈബ്. ഫുൾ അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെങ്കിലും ട്രെയിനിൻ്റെ ഷേപ്പിലും അങ്ങനെയൊക്കെയാണ്. അതും രസമാണ്. എസ്പെഷ്യലി പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് സെറ്റപ്പൊക്കെ ഫുൾ. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം റെയിൽവേ മാർക്കറ്റിലൂടെയും ഒന്ന് ചുറ്റി. പിന്നുള്ളത് ഫ്ലോട്ടിംഗ് മാർക്കറ്റായിരുന്നു. ആക്ച്വലി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതും ഇതുപോലെ തന്നെ രസമാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സെറ്റപ്പിൽ ഇതുപോലെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ. അപ്പം അതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ നടന്ന് കുറേ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഹെയർ ബോസൊക്കെ വെച്ചിട്ട് ഫോട്ടോ ബൂത്ത്. പിന്നെ വെറൈറ്റി സാധനം ഈ റോഡ് ഓഫ് ഏഷ്യ, ഇതിലേക്കൂടെയും കുറേ ഇങ്ങനെ നടക്കാനുണ്ടായി. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഫൺ. പിന്നെ ഇത് ഫുഡിൻ്റെ ഏരിയ ആണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു എന്ന്. അപ്പം ഈ ഒരു ഏരിയയിൽ ലൈവായിട്ട് എല്ലാവരും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാം. ആൻഡ് സ്റ്റീക്സ് ആൻഡ് ഫ്രൈസ് ആണിത്. ഇവിടെ നിന്നൊരു സംഭവം കഴിച്ചു. ആൻഡ് ഇറ്റ് വാസ് ലിറ്ററലി സോ ടേസ്റ്റി, സോ ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ സാധനങ്ങൾ, കുറേ വെറൈറ്റി ആയിട്ട് കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റി. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവരിങ്ങനെ കുക്ക് ചെയ്യുന്ന പ്രോസസ്സൊക്കെ കാണാൻ രസമാണ്, നോക്കി നിൽക്കാൻ രസമാണ്. അങ്ങനെ വെറുതെ നോക്കി നിന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതാണ്. ആക്ച്വലി ഒരുപാട് ചവറ് പോലെ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം സംഭവം മിസ്സായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ കഴിച്ച സാധനത്തിൻ്റെ മേക്കിംഗ് ആണിത്. പിന്നെ നമ്മൾ അടുത്തത് ചൂറോസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ആൻഡ് അതും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സോ അതും പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത് വെറുതെ ഷൂട്ട് ചെയ്ത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിരുന്നു. ചേട്ടൻ പാചകമൊക്കെ അടിച്ച് ഉണ്ടാക്കുവാണ്. ആൻഡ് ഇതിൽ
നമ്മൾ പറയുന്ന പോലെ സാധനങ്ങളൊക്കെ എന്താണ് ഫില്ല് ചെയ്തും മിക്സ് ചെയ്തൊക്കെ തരും. അങ്ങനെ കുറച്ച് ചോയ്സസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇനി അടുത്തത് എന്ത് എന്ന് ഉള്ളൊരു രീതിയിൽ നമ്മൾ അതിലേക്ക് കൂടി നടക്കുകയാണ്. ആൻഡ് കുറേ ആയപ്പോഴത്തേക്കും റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നടക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ബിക്കോസ് മടുത്തു നടന്ന്. ആൻഡ് ദാറ്റ്സ് മൈ സിസ്റ്റർ. നമ്മൾ ഒരുമിച്ചാണ് പോയത്. എന്നിട്ട് ഇത് പുറത്തുള്ളൊരു വ്യൂ ആണ്. ഞാൻ ആദ്യം കാണിച്ചില്ല എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. പിന്നെ എക്സിറ്റായി. ആൻഡ് എക്സിറ്റ് ഏരിയയിൽ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട്. അതും ഫണ്ണായിരുന്നു. അങ്ങനെ ഡേ 5 എൻറ്റഡ് സോ വെൽ. ദാറ്റ് വാസ് എ പ്രൊഡക്റ്റീവ് ഡേ. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോസ് അത്യാവശ്യമെല്ലാം നഷ്ടമായെങ്കിൽ കൂടി കുറേ മെമ്മറീസിന് കുറേ ഫോട്ടോസൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. കുറേ ഫ്രെയിംസും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇറ്റ് വാസ് സച്ച് എ നൈസ് ഡേ. സോ ഇഫ് യു ആർ ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.